ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്, പ്രോപ്പർ നോട്ട്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കും പ്രൊഫഷണൽ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള എക്സാമുകളിൽ നമ്മൾ ഫെയിലാകുന്നത്? ഒരു ഫാക്കൽറ്റി ഒരു ദിവസം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിലെ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിലെ ടോപ്പിക് വെച്ചിട്ടോ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റും എബോവ് ആവറേജ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ എന്തുകൊണ്ടായിരിക്കും ദ സെയിം കോൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ സെയിം ടോപ്പിക് വെച്ചിട്ട് മെയിൻ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്? ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രോപ്പർ റിവിഷൻ നടന്നിട്ടില്ല. സ്ട്രാറ്റജിക്കലായിട്ട് അല്ലെ സ്മാർട്ട് സ്റ്റഡിയിലൂടെ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മുടെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻസും നല്ല മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ സ്മാർട്ടായിട്ട് പഠിക്കുക അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലായിട്ട് പഠിച്ച് സെറ്റ് ചെയ്യുക? അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ജനറലി നമുക്ക് പഠിക്കാനുള്ള പേപ്പേഴ്സിനെ അല്ല സബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. തിയററ്റിക്കൽ ഏരിയ, പ്രോബ്ലം ഏരിയ. പ്രോബ്ലം ഏരിയ പഠിക്കുന്ന സമയത്ത് അല്ല പ്രോബ്ലം പേപ്പർ പഠിക്കുന്ന സമയത്ത് കോൺസെപ്ച്വലി മാത്രം നമ്മൾ പഠിച്ചെടുക്കാം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ബട്ട് നമ്മളത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് നമുക്കത് റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് ഈ ഒരു രീതിയിൽ മാത്രം നമ്മൾ പഠിക്കുകയും റിവൈസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മൾ തിയററ്റിക്കൽ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ സ്റ്റുഡൻസിനും മേ ബി പ്രോബ്ലം പേപ്പറിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിയ തിയററ്റിക്കൽ പേപ്പേഴ്സാണ്. അപ്പോൾ തിയററ്റിക്കൽ പേപ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ റിവൈസ് ചെയ്യാനായിരിക്കും കൂടുതൽ ടൈം നമുക്ക് ആവശ്യമുണ്ടാവുക. അപ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഫാക്കൽറ്റീസ് പറഞ്ഞു തരുന്നതും നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നതുമായ ടെക്നിക്സും അതേപോലെ തന്നെ ഷോർട്ട് കട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് തിയററ്റിക്കൽ ഏരിയ കംപ്ലീറ്റ്ലി സെറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ സ്ട്രാറ്റജിക്കലായിട്ട് പഠിച്ചിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.